ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റവും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ്. പ്രത്യേകിച്ചും അയോധ്യ ഉൾപ്പെടെയുള്ള ദേശീയ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ച ഫൈസാബാദ് മണ്ഡലത്തിൽ തന്നെ ബിജെപിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് മൂന്നാം വട്ട മോദി സർക്കാരിന്റെ വിജയപ്രഭ കുറച്ചൊന്നുമല്ല കുറച്ചത്. രാജ്യത്തുടനീളം പ്രതിഫലിച്ച ഈ ഭരണവിരുദ്ധ വികാരത്തിൽ തിരുത്തൽ നടപടികൾക്കൊരുങ്ങുകയാണ് ബിജെപി. ഇതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് യോഗിക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരിക്കുന്നത്. പാർട്ടിയുടെ അമിതമായ ആത്മവിശ്വാസമാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് യോഗിയും വിമർശനം ഉന്നയിച്ചതോടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നതകൾ രൂക്ഷമായി. ഉപമുഖ്യമന്ത്രിയായ കേശവ് പ്രസാദ് മൗര്യ അടക്കമുള്ള നേതാക്കൾ യോഗിക്കെതിരെ ദേശീയ നേതൃത്വത്തോട് അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 36 സീറ്റുകൾ മാത്രമാണ് ഉത്തർപ്രദേശിൽ NDA സഖ്യത്തിന് നേടാനായത്. കഴിഞ്ഞ തവണ 64 സീറ്റുകൾ നേടിയ സ്ഥാനത്താണിത്. അതേസമയം അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി 37 സീറ്റുകൾ ഉയർത്തി ഇത്തവണ 43 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലേക്കെത്തി. ഈ വീഴ്ചയ്ക്ക് പ്രധാന കാരണം യോഗിയുടെ നയങ്ങളും രീതികളുമാണെന്നാണ് BJP നേതാക്കളടക്കം പറയുന്നത്. സർക്കാരല്ല, പാർട്ടിയാണ് സർക്കാരിനേക്കാൾ വലുതെന്ന് യോഗിയെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്നാണ് BJP നേതാക്കൾ അടിവരയിടുന്നത്. യോഗിക്കുണ്ടായ അമിത ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തെ പ്രതിരോധിക്കുന്നതിൽ അലംഭാവത്തിന് കാരണമായി എന്നും കുറ്റപ്പെടുത്തലുകൾ ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർ ഉൾപ്പെടെ നിരവധി BJP നേതാക്കൾ സ്വകാര്യ സംഭാഷണത്തിൽ യോഗിയെ തള്ളി പറഞ്ഞതായിട്ടാണ് PTA റിപ്പോർട്ട്. ബുൾഡോസർ രാജെല്ലാം സാധാരണക്കാരിൽ വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. സംവരണം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ BJP എടുത്ത നിലപാടും ദളിത് പോപ്പുലേഷൻ ഉയർന്നിരിക്കുന്ന ഒരു സ്ഥലത്തെ വോട്ട് ബാങ്കിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. BJP പ്രവർത്തകരുടെ പരാതികൾ കൃത്യമായി പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ വോട്ടർമാരിൽ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കും സംഭവിച്ചു. അതേസമയം അഖിലേഷ് യാദവിനാകട്ടെ ഇത്തവണ ദളിത് വോട്ടുകളെ കൃത്യമായി ഏകോപിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ എല്ലാ കമ്മ്യൂണിറ്റിയുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കാനും അതിലൂടെ എല്ലാവരുടെയും വിശ്വാസത്തെ നേടിയെടുക്കാനും സമാജ്വാദി പാർട്ടിക്കായതോടെ അഖിലേഷിന്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു. സംസ്ഥാനത്തെ 10 സീറ്റുകളിലേക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി വർദ്ധിച്ചാൽ അത് BJPക്ക് തിരിച്ചടിയാകും. കഴിഞ്ഞ ദിവസം 7 സംസ്ഥാനങ്ങളിലായി 13 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമായിരുന്നു BJPക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. മറ്റു പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് എത്തി മത്സരിച്ചവരിൽ ഒരാൾ മാത്രമാണ് വിജയിച്ചത്, അതും നേരിയ ഭൂരിപക്ഷത്തിൽ. ഇതേ ട്രെൻഡ് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമോ എന്ന ഭയം BJPക്കുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെല്ലാം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് പാർട്ടി നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. ചോദ്യപേപ്പർ ചോർച്ച മുതൽ സർക്കാരിന്റെ അമിതാധികാര പ്രയോഗം വരെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് വിലയിരുത്തുന്നു. അയോധ്യയിലും അമേഠിയിലും അടക്കം പാർട്ടിക്ക് പരാജയം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 40,000 പേരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. സർക്കാരിന്റെ അമിതാധികാരം, പാർട്ടി പ്രവർത്തകർക്കിടയിലെ അതൃപ്തി, മത്സര പരീക്ഷകളിലടക്കം അടിക്കടിയുണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ, സർക്കാർ ജോലികളിൽ കരാർ ജീവനക്കാരെ നിയമിക്കുന്നത് സംവരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന വാദം, ദളിത് വോട്ടുകൾ കുറഞ്ഞത്, പെൻഷൻ പദ്ധതികൾ, അഗ്നിവീർ, ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ എല്ലാ വിഷയങ്ങളും യുവാക്കളെയും മുതിർന്നവരെയും പാർട്ടിയിൽ നിന്ന് അകറ്റാൻ കാരണമായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാർട്ടി തീവ്ര ഹിന്ദുത്വ അജണ്ട ഉയർത്തിപ്പിടിച്ചപ്പോൾ പ്രതിപക്ഷം ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ള നീക്കങ്ങളുടെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നു. ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയാത്ത സഖ്യകക്ഷികളുടെ ബലത്തിൽ അധികാരത്തിലെത്തിയ BJP നിലവിൽ രാജ്യസഭയിൽ കൂടി പ്രതിസന്ധിയിലായ സമയമാണിത്. 4 നോമിനേറ്റഡ് അംഗങ്ങളുടെ കാലാവധി കൂടി അവസാനിച്ചതോടെ ഇനി ചർച്ചകളില്ലാത്ത ഒരു ബില്ലും രാജ്യസഭ കടക്കില്ല. നിലവിൽ 86 അംഗങ്ങളാണ് BJPക്ക് രാജ്യസഭയിലുള്ളത്. BJP നയിക്കുന്ന NDA മുന്നണിയുടെ അംഗസംഖ്യ 105-ൽ നിന്ന് 101 കുറഞ്ഞു. 245 രാജ്യസഭയുടെ ആകെ അംഗബലം. ഇതിൽ 113 അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ബില്ലുകൾ പാസ്സാകൂ. അതായത് നിലവിൽ കേവല ഭൂരിപക്ഷത്തിനും താഴെയാണ് രാജ്യസഭയിലെ NDA സഖ്യത്തിന്റെ അംഗബലം എന്നർത്ഥം. ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ പുറത്തുനിന്നും 12 അംഗങ്ങളുടെ പിന്തുണ കൂടി NDAക്ക് വേണ്ടിവരും. നിലവിൽ NDA മുന്നണിയുടെ ഭാഗമല്ലാത്ത ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡിയുടെ YSRCPയുടെ 11 MPമാരും AADMKയുടെ 4 MPമാരും പിന്തുണ BJPക്കാണ്. പക്ഷേ ഒഡീഷയിലെ നാവിൻ പട്നായിക്കിന്റെ BJD മുൻപ് BJPയാണ് പിന്തുണച്ചിരുന്നതെങ്കിലും സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പാട്യാൻ വിവാദം മുൻനിർത്തി അധികാരം പിടിച്ച BJPക്ക് ഇനി പിന്തുണ നൽകേണ്ടതില്ല എന്നാണ് പാർട്ടിയുടെ തീരുമാനം. 9 MPമാരാണ് BJDക്കുള്ളത്. നിലവിൽ 225 അംഗങ്ങളാണ് രാജ്യസഭയിലുള്ളത്. ഇതിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് 87 അംഗങ്ങളാണുള്ളത്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സഖ്യമായി ഒന്നിച്ചു നിൽക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും തീരുമാനം.
ഉത്തർപ്രദേശിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൂടി വിജയം ഉറപ്പാക്കാൻ ഇന്ത്യ സഖ്യത്തിനായാൽ ഇപ്പോഴത്തെ വിജയം ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കാൻ അഖിലേഷ് യാദവിനാകും. യോഗിയുടെ പടിയിറക്കത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടും തുടങ്ങും.